ഞാൻ ഈ മഹാരാജാസ് കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് മഹാരാജാസ് കോളേജിൽ എന്നെ നടനാക്കാൻ അങ്ങനെ മഹാരാജാസ് കോളേജ് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഉൾപ്പെടകം മഹാരാജാസിന്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്നു. മഹാരാജാസ് കോളേജ് ഒരു കോളേജല്ല, അതൊരു വികാരമാണ്. ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ വരുന്ന കാലത്ത് പഠിച്ച കാലം നിങ്ങൾ കേട്ട് കാണും. എൻ്റെ പേര് വേറെ ഒന്നായിരുന്നു. എനിക്കെൻ്റെ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് വളരെ അപരിഷ്കൃതമായി തോന്നിയതുകൊണ്ട് പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ പേര് ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞിരുന്നു. ഒരു ഓമറെ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ എന്തോ ഒരു സമയത്ത് ഞാൻ കൂട്ടുകാരുമായി നടക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഐഡന്റിറ്റി കാർഡ് താഴെ വീണു. അതൊരുത്തൻ എടുത്തു നോക്കിയിട്ടിട നിന്റെ പേര് ഓമർ എന്നല്ല മമ്മൂട്ടി എന്നല്ലേ എന്ന് ചോദിച്ചു. അന്ന് മുതലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും ഇപ്പോൾ നിങ്ങളുടെ ഇടയിലും മമ്മൂട്ടി എന്നറിയപ്പെടുന്നത്. പക്ഷേ ആ പലരും ചോദിച്ച ആരാണ് ആ മമ്മൂട്ടി എന്ന് പേരിട്ട ആളെന്ന്. പലരും സ്വമേധയ മുന്നോട്ട് വന്ന് ഞാനാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന എനിക്ക് പേരിട്ട മമ്മൂട്ടി ദാണ്ട് അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ പുള്ളിയെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാം. അദ്ദേഹത്തിന്റെ പേര് ശശിധരൻ എന്നാണ്. എളവനക്കാടാണ് വീട്. അല്ല, വേറൊന്നും കൊണ്ടല്ല, ഈ പല ആളുകളും ഈ പേര് ഞെട്ട ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പത്രങ്ങളിൽ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് എടവനക്കാടുള്ള ശശിധരനാണ് എനിക്ക് ആ പേരിട്ടത്. ആ പേരിടാനുള്ളൊരു കാരണക്കാരൻ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇയാളെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു, പുറത്തുവിടാതെ, ഒരു സർപ്രൈസ്. ഇങ്ങനെ 4 പേര് കാണുക ഇയാളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതേതായാലും ഈ ഓർത്തൂസിന്റെ ഈ വീഡിയോ ശല്യമായത് വളരെയേറെ സന്തോഷം.